പാട്ടും പറച്ചിലെന്നാണ് അപ്പോൾ ഇതിൻ്റെ പേര്. പക്ഷേ പറച്ചിലിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ വട്ടപ്പൂജ 0 ആണ്. പറയാൻ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ മുരളി മാഷു പറഞ്ഞു വേദിയിലൊക്കെ നല്ല നല്ല പ്രഗത്ഭരായിരിക്കുന്നത്. പേഴ്സണലി അറിയുന്നവരുണ്ട്, അല്ലാതെ കേട്ടിട്ടുള്ള ഒരുപാട്, പക്ഷേ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്നോട് കോഡൂർ കലാലയിൽ വരണമെന്ന് നമ്മുടെ ചങ്ങായി ഉമ്മലിക്ക പറഞ്ഞപ്പോഴേ ഞാൻ കൊച്ചിൻ പിന്നാലെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലൊരു സംഭവമാണോ എന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. ഇത് അതുപോലൊക്കെ തന്നെ ഒരു സംഭവമാണെന്നാണ് പറഞ്ഞത്. ഇപ്പോഴാണ് വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി എല്ലാവരും ഇങ്ങനെ കണ്ടപ്പോൾ. ഞാനുണ്ടായിരുന്നു കൂടെ വിളിച്ചപ്പോൾ. പിന്നെ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ ഒരു സംഗീതജ്ഞനായിരുന്നു. അങ്ങ് സംഗീതം ഇപ്പോഴും അതേ ആ ഒരു പാശ്ചാത്തലത്തിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഞാൻ കേട്ട് വരുന്നത് ഹിന്ദി പാട്ടുകളാണ്. മുകേഷിൻ്റെയും പിന്നെ എന്താ പറയുക മെഹദി ഹസൻ സാഹിബിൻ്റെയും ഗസലുകൾ അതൊക്കെയാണ് കേട്ട് വരുന്നത്. അപ്പോൾ പാട്ട് പഠിക്കാതെ തന്നെ കേട്ട് വരുന്ന ഓർമ്മ ആ പാട്ടുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുട്ടിക്കാലത്ത് ധാരാളം കല്യാണ വേദികളിലും രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഇങ്ങനെ പോയി പാടുമായിരുന്നു. അപ്പം ഉപ്പാൻ്റെ കൂടെ പോയിട്ട് ഉപ്പാൻ്റെ പാട്ടുകൾ പാടും. അതുപോലെ ഈ മെഹദി ഹസൻ സാഹിബിൻ്റെയും അവരുടെയൊക്കെ പാട്ടുകൾ ഇപ്പോൾ പാടും. അന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. അന്ന് ഉപ്പാൻ്റെ കൂടെ അത് പാടിയിട്ടില്ല. ഇപ്പോൾ ഉണ്ടാക്കുന്ന ഓരോരോ കല്യാണ പാട്ടുകളൊക്കെ പാടും. സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ കയറി ഇന്ന് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു 8 വയസ്സാവുമ്പോൾ മമ്പുറത്ത് മഖാമിൽ പോയിട്ട് ആദ്യം എൻ്റെ സംഗീത അവിടുന്നാണ് ഒരു സ്റ്റേജ് എനിക്ക് കിട്ടുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഇപ്പോഴും അതിൽ തന്നെ ഇങ്ങനെ ഉറച്ച് നിൽക്കുന്നുണ്ട്. ഹസ്ബൻഡ് നല്ല ഒരു സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ എവിടെ പോവാനും. പിന്നെ 1980 തോന്നുന്നു. അതെ ആ ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ഒപ്പം എന്നെ ചെമ്പൈ സ്മാരക സംഗീത കോളേജിൽ കൊണ്ടുപോയി ആക്കുന്നത്. അപ്പോൾ സംഗീതത്തിൻ്റെ കർണാടക സംഗീതം കുറച്ച് പഠിച്ചിട്ട് വേണം അവിടെ അവിടെ അഡ്മിഷന്. ഈ കർണാടക സംഗീതത്തിൽ അധികവും നമ്മൾ പാടുന്നത് ദൈവനാമ കീർത്തനങ്ങളാണ്. അപ്പോൾ ഈ ദൈവനാമ കീർത്തനങ്ങൾ ഇതിനാണോ നീ കോളേജിൽ കുട്ടീനെ ചേർത്തിരിക്കുന്നത്? വല്ല ഉറുദു അറബിയോ ഒക്കെ പഠിപ്പിച്ചാൽ പോരെ എന്നുള്ള കുറേ ഉപ്പാൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ അങ്ങനെ വിലക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് ഉപ്പ എൻ്റെ കൂടെ സപ്പോർട്ടായി നിന്ന് ഞാൻ പിന്നെ അങ്ങനെ ഗാനഭൂഷണം ഡിഗ്രി ഡിപ്ലോമ ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്തു, ടീച്ചറായി വർക്ക് ചെയ്തു. ഇപ്പം എൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ഗസലും ഖവാലിയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അന്ന് ഓർമ്മയിലുള്ള മെഹദി ഹസൻ സാഹിബിൻ്റെ ഒരു 2 പേര് ഞാൻ പാടാം. പറച്ചിലിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ കേട്ടോ സി ഷാർപ്പ് हस्ती का सामा हो गए रफ्ता रफ्ता मेरे हस्ती का सामा हो गए रफ्ता रफ्ता मेरे हस्ती का सामा हो
ധാരാളം പാട്ടുകൾ അങ്ങനെ പാടുമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് 2 മാപ്പിളപ്പാട്ട് മോയിൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ട് ചിട്ടപ്പെടുത്തിയിട്ട് ഉപ്പ പഠിപ്പിച്ചിരുന്നത്. അത് തുടരെ മദ്ദളവും മുരശൊടു മരുവ ഒറ്റകളും ബജയൊട് തുടികടപ്പുകളും കൈമണി ധ്വനികൾ താശകളാ. തുടരെ മദ്ദളവും മുരശൊടു മരുവ ഒറ്റകളും ബജയൊട് തുടികടപ്പുകളും കൈമണി ശകളാ. കൊടുമ പുല്ലകൾ പൂള ചൂളകൾ കൊമ്പു ശംഖുകളാൽ തകൃതികൾ കോള് താളമേ ഓടിച്ചാടിയും സപ്പ് നീപ്പുകളാൽ ഉടവി കിടുകിട നെടിയ നെടിൽകളും ചോട്ടിയ മധുകിട ചമയ സമനോൾ ഉടവെ ഇടകിട ചിലങ്ങൾ കയറി ഇടയിൽ നട നട പുനവെ വരവൻ വരിക തീക്കുവതായും ഇടയിൽ തീക്കുവതായും വരുവരൊക്കുവതായും അണികളി പടിതായും. അല്ല, ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. മുരളി മാഷു പറഞ്ഞു ഇരുന്നാഴിമണ്ണ് ആ പാട്ട് പാടിയല്ലോ. കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് ഞങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും കൂടെ ഞങ്ങൾ ട്രിബ്യൂട്ട് കൊടുക്കുന്ന, അവർ ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ, അപ്പോൾ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. 3 തലമുറ ഉപ്പാൻ്റെ മക്കളും മക്കളുടെ മക്കളും കൂടെ കൊടുക്കുന്നൊരു ആദരവ്. അത് സംഗീതം കൊണ്ടായിരുന്നു ആ ആദരവ്. അന്നത്തെ ദിവസം ഈ ഇരുന്നാഴിമണ്ണ് ആ പാട്ട് അന്ന് ഉപ്പ പാടി. ഇപ്പം അതിൻ്റെ ഉപ്പൊക്കെ ഇട്ട് ആവേശം വന്നിട്ട് ലാസ്റ്റിൽ എന്താ വരികൾ എന്താണ്, ഇനി വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ജന്മിത്വം വേണ്ടേ വേണ്ട എന്ന് വെച്ചാൽ ഉപ്പ ഭയങ്കര കടപ്പിലായിരുന്നു. ഉപ്പ ഹാർട്ട് പേഷ്യൻ്റാണ്, തീരെ വയ്യായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ ആദരവ് കൊടുക്കുന്ന ആ പ്രോഗ്രാമിൻ്റെ പേരായിരുന്നു മലപ്പുറം സദ്യര്. അപ്പോൾ അതിനോടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടിലെപ്പോഴും. ഞങ്ങളെല്ലാവരും കൂടെ, ഞങ്ങൾ 9 മക്കളാണ്, ഞാൻ 1ാമത്തെ ആളാണ്. ഞങ്ങളെല്ലാവരും ഈ മ്യൂസിക് ഫീൽഡിലാണ് ഇപ്പോൾ. അപ്പോൾ വീട്ടിലെന്നും പ്രാക്ടീസും കാര്യങ്ങളും ഉപ്പാൻ്റെ പഴയ പാട്ടുകളൊക്കെ എനിക്കാണ് കുറച്ചെങ്കിലും ഓർമ്മയുള്ളത്. എല്ലാ വരികളൊന്നും അറിയില്ല. അപ്പോൾ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചർച്ചയും ഒക്കെ വീട്ടിൽ നടന്നത് കൊണ്ട് ഉപ്പാക്ക് വലിയൊരു ഊർജം കിട്ടി. ഇപ്പം ശരിക്കും ഓവർകം ചെയ്തു. ഉപ്പാൻ്റെ ആരോഗ്യം ഭയങ്കരമായിട്ടും എന്താ പറയുക, അസുഖങ്ങളൊക്കെ മാറി ഉപ്പാക്ക് പാടാന്നുള്ള ആ ഒരു ഇതിലെത്തി. അങ്ങനെ ഉപ്പ പറയായിരുന്നു ഈ ഇരുന്നാഴി മണ്ണ് എന്നുള്ള ഈ പാട്ട് ഉപ്പാൻ്റെ അതുപോലത്തെ പാട്ടുകൾ ഒരുപാട് രാഷ്ട്രീയ പാട്ടുകളൊക്കെ ഇപ്പം പാടിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ മങ്ങാട്ടുപുലം എന്നുള്ള ഒരു സ്ഥലത്താണ് ജനിച്ചത്. ഉപ്പ പറഞ്ഞ കഥകളാണ്. ഇങ്ങനെ ഈ കാറ്റിൻ്റെ എതിർവശത്ത് ഇരിക്കും അത്ര, ഇങ്ങനെ ഇരുന്നിട്ട് പാടുമ്പോൾ നമ്മളെ പാട്ട് നമുക്ക് തന്നെ കേൾക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്യും ഉപ്പാൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ മ്യൂസിക് അങ്ങനെ പഠിച്ചില്ല. അപ്പോൾ എൻ്റെ മക്കൾക്ക് മ്യൂസിക് പഠിക്കണം എന്നുള്ള ഒരു ആവേശത്തോടു കൂടി ഉപ്പ രാഗതരംഗ് സംഗീത വിദ്യാലയം എന്ന് പറഞ്ഞിട്ട് കോട്ടപ്പടിക്കൽ തുടങ്ങി. അതിൽ ധാരാളം പേര് അന്ന് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനൊക്കെ വന്നിരുന്നു. അമീദൊക്കെ വന്നിരുന്നു. പിന്നെ ഈ വല്യാട്ടിന്ന് ശേഖരേട്ടൻ ഉണ്ടായിരുന്നു, ഉസ്മാൻ ഉണ്ടായിരുന്നു, ഒരു കോയ കുട്ടിയാക്ക ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അന്ന് ആ കാലത്ത് ഇപ്പോൾ ബാബുക്കാൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞല്ലോ. അന്ന് ഞാൻ കുട്ടിയാണ്. ബാബുക്ക നമ്മുടെ രാഗതരംഗ് വിദ്യാലയത്തിൽ വന്നു. അന്നെനിക്ക് അറിയില്ല, ബാബുക്കയെന്നൊന്നും അറിയില്ല. അപ്പോൾ ബാബുക്ക് എന്നിട്ട് എന്നെ കണ്ട്, ഞാൻ പാട്ടിങ്ങനെ പാടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നെ കണ്ടിട്ട് അങ്ങ് പോയിട്ട് പിന്നെ ഉപ്പാക്കൊരു ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു, ബാബുക്ക പറഞ്ഞു എനിക്ക് മോക്കൊരു പൈസ എന്തെങ്കിലും അവൾ മിഠായി വാങ്ങാനോ ഒന്ന് കാശ് കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല, വലിയ സങ്കടമായി എന്ന് പറഞ്ഞിട്ട് ഉപ്പാക്ക് ലെറ്റർ എഴുതിയിരുന്നു. അപ്പോൾ ബാബുഖാൻ ഇങ്ങനെ കഥകൾ പറയുമ്പോൾ എൻ്റെ ഉള്ളിലും ബാബുഖാൻ ഒരു പാട്ട് പാടണം എന്നൊരു തോന്നല്. അപ്പോൾ ഞാൻ ബാബുഖാൻ്റെ ഒരു പാട്ട് പാടാം. ഓക്കെ, സി ഷാർപ്പ് അല്ലേ? കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ, മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ. കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ, മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ.
കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞി